ഇതാണ് സഹോദരങ്ങളെ യഥാർത്ഥ കേരള സ്റ്റോറി. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഭാരതി അമ്മയെ ഒരു പള്ളി അങ്കണത്തിൽ വെച്ച് ആദരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ കഥയിലേക്ക് നമുക്ക് പിന്നീട് വരാം. എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കേരള സ്റ്റോറിയാണ്. ഈ പള്ളി നിലനിൽക്കുന്നത് ആലുവക്കടുത്തുള്ള ശ്രീമൂലനഗരം എന്ന് പറയുന്ന പഞ്ചായത്തിലെ പുതിയ റോഡ് ഹിറ ജുമാ മസ്ജിദാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ജുമാ മസ്ജിദിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ ഇന്ന് നീറ്റ് എക്സാം നടക്കുകയാണ്. ആ എക്സാമിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിദൂര ദിക്കിൽ നിന്നും വന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കൾക്ക് വേണ്ടി ഈ പള്ളി ഇന്ന് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. ജാതി മത ഭേദമന്യേ അവർക്ക് എല്ലാ സൗകര്യവും ഈ പള്ളിയുടെ കമ്മിറ്റി ഒരുക്കി കൊടുത്തിരിക്കുന്നു. വ്യത്യസ്ത മതവിശ്വാസികളായ ആ രക്ഷിതാക്കൾക്ക് വേണ്ടി ആ പള്ളിയുടെ അകത്തളവും അവർ ഒരുക്കി കൊടുത്തു. അവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുവാനും ആ പള്ളി കമ്മിറ്റി മറന്നില്ല. കാരണം ഇത് കേരളമാണല്ലോ. കഴിഞ്ഞ ഏതാനും വർഷമായി നീറ്റ് എക്സാമിന്റെ ദിവസം ഈ പള്ളിയിലെ കാഴ്ച ഇങ്ങനെയാണ്. എന്നാൽ ഇന്നേ ദിവസം വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പള്ളി കമ്മിറ്റി അതിന് അനുവാദം നൽകുകയാണ് ഉണ്ടായത്. കാരണം ഇന്ന് ഈ കാഴ്ചക്ക് കേരളത്തിൽ വലിയ പ്രസക്തിയുണ്ടല്ലോ. ഞാൻ എൻ്റെ മോളുടെ നീറ്റ് എക്സാമായിട്ട് ഇവിടെ അല്ലമ്മിനി സ്കൂളിൽ വന്നതാണ്, ശ്രീമൂലനഗരത്ത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ചർച്ചിൽ നമുക്ക് വേണ്ടതായ നല്ല ഒരു ഇത് തന്ന് ഇവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നല്ല ട്രീറ്റ് തന്നു. അവർ നമുക്ക് ഫുഡ്, വെള്ളം, ഭക്ഷണം അങ്ങനെ എന്ത് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഞങ്ങൾക്കിവിടെ ഒരുക്കുകയുണ്ടായി. പള്ളി ഇവിടെ ഉണ്ടായതുകൊണ്ട് പാരൻസിന് വന്നിരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഒരു സൗകര്യമായിരുന്നു. എല്ലാം കൊണ്ടും അവർ ഭക്ഷണം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സൗകര്യമാണ്. ഞാൻ അവിടെ വരുമ്പോൾ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അകത്തോട്ട് കയറി ഇരുന്നുള്ളൂ, പള്ളിക്കകത്ത് എവിടെയാണെങ്കിലും ഇരിക്കാം, എല്ലാ സൗകര്യം ചെയ്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം വന്നത്. ആഹാരം വരെ നമുക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ചായ കുടിക്കാൻ പോലും അടുത്തെങ്കിലും സ്ഥലത്ത് കടയൊന്നുമില്ല. ഭയങ്കര സൗകര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. വളരെ അതപ്പോൾ അറിഞ്ഞ് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മം, ഈ സൽപ്രവൃത്തി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു അനുഗ്രഹമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഞങ്ങളില്ലെങ്കിൽ വൈകുന്നേരം 5:30 വരെ ഇവിടെ ഇരിക്കണ്ടേ. പലരും കുട്ടികളെയും കൊണ്ടൊക്കെ വന്നവരുണ്ട്. ഒത്തിരി എന്ത് സൗകര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്നു. ഇരുന്നൊന്നും ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, അങ്ങോട്ട് നടക്കാനുള്ള സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ശ്രീമൂലനഗരം പുതിയ റോഡ് ഹിറ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ ഇതേപ്പറ്റി പറയുന്നത് കേൾക്കുക. നമ്മുടെ പള്ളിയുടെ ഏറ്റവും മതിലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ് അല്ലമീൻ പബ്ലിക് സ്കൂൾ. ആ സ്കൂളിൽ പല വർഷങ്ങളിലുമായിട്ട് നടന്നു വരുന്നതാണ് നീറ്റ് എക്സാം. അതിനൊക്കെ വളരെ ദൂരം കേരളത്തിൻ്റെ 2 അറ്റങ്ങളിൽ നിന്നും തന്നെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള ആളുകൾ കുട്ടികളുമായിട്ട് ഇവിടെ എത്താറുണ്ട്. പലപ്പോഴും വളരെ ദൂരദിക്കിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേണ്ട പ്രാഥമിക സൗകര്യങ്ങളോ ഭക്ഷണങ്ങളോ മറ്റൊന്നും വിശ്രമിക്കാനുള്ളൊരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഇതിൻ്റെ പള്ളി കമ്മിറ്റി മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ 2-3 വർഷമായിക്കൊണ്ട് ഞങ്ങൾ ചെയ്തു വരുന്നതാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ഭക്ഷണങ്ങളും അവർക്ക് ഒരു ദാഹശമനികളും ഒക്കെ ആയിട്ട് നമ്മൾക്ക് അവരൊരു പള്ളിയിലൊരു സൗകര്യം ചെയ്ത് കൊടുത്ത് ഞങ്ങൾക്ക് അവർക്ക് വേണ്ട എല്ലാവിധ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മതസൗഹാർദ്ദം ഉണ്ടല്ലോ, അതൊക്കെ ഏറ്റവും ഊട്ടിയുറപ്പിക്കേണ്ട ഒരു സമയമാണെന്ന്. നമ്മൾ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു ബോധവും ഉണ്ടാകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ പള്ളി കമ്മിറ്റി ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ആ ഒരു കഥയിലേക്ക് വരാം. ഈ എഴുന്നേറ്റ് വരുന്നത് ഭാരതി അമ്മയാണ്. ഈ അമ്മയാണ് കഴിഞ്ഞ 20 വർഷമായിക്കൊണ്ട് ശ്രീമൂലനഗരം പുതിയ റോഡ് ഹിറ ജുമാ മസ്ജിദ് ശുചിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്മയാണ്. അങ്ങനെ 20 വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ അമ്മയെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആദരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നടന്ന ഈദ് സുഹൃത്ത് സംഗമത്തിൽ വെച്ച് ഭാരതി അമ്മയെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആദരിച്ചു. ഇത് ഒരു ധന്യ മുഹൂർത്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളി ശുചീകരിച്ച യഹൂദ സ്ത്രീയെ പ്രവാചകൻ ആദരിച്ച അതേ കർമ്മം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതല്ലേ സഹോദരങ്ങളെ നമ്മുടെ കേരളം? ഇങ്ങനെയല്ലേ സഹോദരങ്ങളെ നമ്മുടെ കേരളം? ഇങ്ങനെ ആയിരുന്നില്ലേ സഹോദരങ്ങളെ നമ്മുടെ കേരളം? ഇങ്ങനെ തന്നെ ആവണ്ടേ സഹോദരങ്ങളെ നമ്മുടെ കേരളം? ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി. ദിസ് ഈസ് ദ കേരള സ്റ്റോറി.